ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കോവക്ക മെഴുക്ക് പുരട്ടി. ഇതെൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ കോവക്ക വള്ളിയാണ്. ആളൊരു കേമനാണ് കേട്ടോ. കോവക്ക നിത്യം ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. വളരെ എളുപ്പത്തിലും വേഗത്തിലും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ കോവക്ക. ഹൃദയം, തലച്ചോറ് എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിനും കോവക്ക വളരെ നല്ലതാണ്. എനിക്ക് ഈ ചെടിയിൽ നിന്നും 250 ഗ്രാമോളം കോവക്ക കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് നമുക്ക് നന്നായി കോവക്ക ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് നീളത്തിൽ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. വളരെ കനം കുറച്ച് വേണം ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാൻ. പഴുത്ത കോവക്ക നമുക്കൊന്ന് മാറ്റി വെക്കാം. പഴുക്കാത്ത കോവക്കയെല്ലാം എടുത്ത് നമുക്കിതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കാം. ചില കോവക്ക നമുക്കൊരു 3 ഭാഗമായിട്ടൊക്കെ കിട്ടുകയുള്ളൂ. ചിലത് നമുക്ക് 4 എണ്ണമായിട്ട് എടുക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് ഒരു ബൗളിലേക്ക് കോവക്ക അരിഞ്ഞത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകവും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 3 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 10 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. 1 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്കൊരു 6 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി വഴണ്ട് കിട്ടാനായി ഇതിലേക്കൊരു നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കോവക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവക്ക നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതിലെ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും എല്ലാം നീരിതിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം ചതച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വേവിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മുടെ കോവക്ക ഇവിടെ മെഴുക്ക് പുരട്ടി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. വളരെ രുചികരമായ ഈ കോവക്കയിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. വളരെ രുചികരമായ ഈ കോവക്ക മെഴുക്ക് പുരട്ടി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കാണുമ്പോൾ അതിലെ ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ ബൈ.